കുംഭമേള കാണുവാനായി 85 വയസ്സുള്ള ഈ അമ്മ പയ്യന്നൂരിൽ നിന്ന് ഒറ്റയ്ക്ക് വന്നതാണ് എന്ന് അറിഞ്ഞപ്പോൾ എനിക്കത് വിശ്വാസമായില്ല. പിന്നീട് ഈ അമ്മയെപ്പറ്റി അന്വേഷിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്തപ്പോൾ അത് സത്യമാണെന്ന് എനിക്ക് ബോധ്യമായി. ഓരോ സ്ഥലത്തും അമ്മ എത്തുമ്പോൾ സന്മനസ്സുള്ളവർ അവരെ സഹായിക്കുന്നതായും ഞാൻ കണ്ടു. അമ്മമ്മയുടെ പേരെന്താ? കാർത്തിയായി അമ്മമ്മയുടെ വീട് എവിടെയാ? പയ്യന്നൂര്. അമ്മമ്മ കുംഭമേളക്ക് എങ്ങനെയാ വന്നേ? കുംഭമേള ഒന്ന് കാണണം, നമ്മുടെ നാട്ടിൽ കാണണം എന്ന ഉദ്ദേശത്തിൽ വന്നത്. എനിക്ക് ആരോഗ്യസ്ഥിരവശമായി എന്നെ കാണുന്നതിൻ്റെ മോഹം കൊണ്ട് വന്നു. മകനോട് പറഞ്ഞിട്ട് അവൻ ഉണ്ടാക്കി റെയിൽവേ സ്റ്റേഷൻ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് അവിടെ നിന്ന് ഞാൻ ട്രെയിനിൽ കയറി വന്നു. എവിടെ? ഏത്? കുറ്റിപ്പുറത്ത്. കുറ്റിപ്പുറത്തോ? അവിടെ കുറ്റിപ്പുറത്ത് നിന്ന് അപ്പോൾ എങ്ങനെയാ ഇവിടത്തേക്ക് വന്നേ? ബസ്സിലോ? ആരാ ഇതിനൊക്കെ സഹായിച്ച? ആരെങ്കിലും സഹായിച്ചോ? എന്നെ പോലെ പെരുമാറുന്നവരോട് ചില കാര്യങ്ങളും ചോദിക്കും. അവർ മനസ്സിലാക്കി തന്നു, അതിനനുസരിച്ച് നീങ്ങി. എന്നിട്ട് ഇവിടെ വന്ന് ഇറങ്ങുമോ? ഏതേറും അവർ ബസ്സുകാർ കുറെ ദൂരെ ഇറക്കി. ബസ്സുകാർ ദൂരെ ഇറക്കിയേ? അടിച്ചു ഇറക്കുക. അതൊന്നും ആ വിഷമുണ്ടായില്ല ബസ്സിൽ. കാരണം ഞാൻ അതിനെ പിടിച്ച് ഇറങ്ങിയിട്ട് പിന്നൊരു കുട്ടി ഓട്ടോറിക്ഷയിൽ കയറ്റി കുറച്ചിങ്ങോട്ടാക്കി. അങ്ങനെ ഇവിടെ എത്തി. അങ്ങനെ ആൾക്കാരൊപ്പം വരുമ്പം എനിക്ക് നടക്കാൻ കഴിയുന്നില്ല. ഞാൻ എൻ്റെ ഒരു ഗേറ്റിൻ്റെ അടുക്കൽ ശകലം കിട്ടി അവിടെ മാറി നിന്നു. മാറി കുറേ ശ്രമം നിന്നു. അങ്ങനെ ഒരു ഗേറ്റ് ഞാൻ തള്ളി നോക്കി. തള്ളി നോക്കുമ്പോൾ കുറേ നേരം നിന്ന് തള്ളി കിട്ടി. അവരുടെ ആ ഇറയത്ത് പോയിട്ട് അവിടെ ഇരുന്നു. അവിടെ ഇരുന്നിട്ടാകുമ്പോൾ അവിടെ നിന്ന് കുറേ സമയം കഴിയുമ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഇരിക്കാൻ പറ്റൂല, ഇവിടെ ഇപ്പം ഞങ്ങൾ പൂട്ടും വന്നാണ്ടാന്നു. അങ്ങനെ ആടുന്ന് ഇറങ്ങി ഇപ്പം അത് ആ ഗേറ്റിൻ്റെ താഴത്ത് ആൾക്കാർ പോകുന്ന വഴിക്ക് ആൾക്കാരെയും കണ്ടുകൊണ്ട് അടിയിരുന്നു. ആൾക്കാരെയും കണ്ടുകൊണ്ട് അടിയിരുന്നു. ആടുന്ന് കണ്ടുകൊണ്ട് കുറേ സമയം ഇരുന്ന് നാം ജയിച്ചുകൊണ്ടിരുന്നു. കാരണം ഇവിടെ കുറേ സമയം കഴിയുമ്പോൾ കാണേണ്ട സ്ഥലം, അതുകൊണ്ട് ഞാൻ കാണണം എന്നുള്ള ഉദ്ദേശത്തോടെ ഒന്ന് എണ്ണിച്ച് അപ്പോൾ എൻ്റെ സ്വാമി ഉണ്ടായിരുന്നു. അതിൽ അങ്ങോട്ട് പോകുമ്പോൾ കണ്ടിട്ട് സ്വാമി അമ്മ ഞാനിങ്ങോട്ട് പോയിട്ട് വെട്ടിയെറിഞ്ഞു. സ്വാമി കുറഞ്ഞവരെ കാത്തിരുന്നു. പിന്നെ അവസാനം സ്വാമി കാണുമല്ല, ചന്ദ്രൻ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഞാൻ ചന്ദ്രനെയും കണ്ടു. പിന്നെ സ്വാമി ഒന്ന് പോകാൻ കൂട്ടിയിട്ട് വന്നു. അങ്ങനെ വന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ കൊണ്ടുപോയി ഭക്ഷണം തന്നു. അത് തന്നിട്ടാകുമ്പോൾ അന്ന് സ്വാമിജി ആ സ്ഥലത്തേക്ക് എത്തിച്ചു. അവിടെ ഒരു സ്ഥലം കിട്ടി. അവിടെ ഞങ്ങൾ കുറേ സന്യാസിമാരെല്ലാം ഉണ്ട്. ആണുങ്ങളും പെണ്ണുങ്ങളും ഓരോരുണ്ടെങ്കിൽ ഇടയ്ക്ക് എടുക്കുന്നുണ്ട്. അതിൽ നാടനും എന്നെ സ്വാമിജി അവിടെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ഞങ്ങൾ അവിടെ എല്ലാവരും ഒത്തൊരുമിച്ച് കിടക്കുന്ന ആ സന്തോഷം കൊണ്ട് ഇവിടെ ഞാനും കണ്ടു. അമ്മമ്മക്ക് എത്ര വയസ്സായി? 85. പുഴയിൽ സ്നാനം ചെയ്തോ? സ്നാനം ചെയ്യാൻ സമയമാകുമ്പോൾ അത് കറക്റ്റ് ആരോഗ്യം പോരാ. ഞാൻ സർപ്പെട്ടില്ല. സ്നാനം ഇനി ചെയ്യണത്ര. ഞാൻ കുടിമുറിയിൽ തന്നെ കുടിച്ചു. നാമമുകുന്ദ ക്ഷേത്രത്തിനുള്ളിൽ പോയോ? ഭഗവാന്റെ ദർശനം കിട്ടിയോ? ദർശനം കിട്ടി. അറിയാതെ പ്രദക്ഷിണം വന്നു. അതിന് പ്രദക്ഷിണം വെച്ച് അതിൻ്റെ മന്ത്രം ചോദിച്ചു. മൃദോ ബ്രഹ്മരൂപായ, മധ്യതോ വിഷ്ണുരൂപിണെ, അഗ്രതോ രൗദ്രരൂപായ, വിക്ഷരാജായ ദേ നമഃ. മൂലതോ ബ്രഹ്മരൂപായ, മധ്യതോ വിഷ്ണുരൂപിണെ, അഗ്രതോ രൗദ്രരൂപായ, വിക്ഷരാജായ ദേ നമഃ. മൂലതോ ബ്രഹ്മരൂപായ, മധ്യതോ വിഷ്ണുരൂപിണെ, അഗ്രതോ രൗദ്രരൂപായ, വിക്ഷരാജായ. ഭക്ഷണമൊക്കെ എവിടുന്ന് കഴിക്കാറ്? ഭക്ഷണം നമ്മുടെ ക്ഷേത്രത്തിൽ നിന്ന് അവർ കൊടുക്കുന്ന സ്ഥലത്ത് നിന്ന് അവിടെ പോയി നമുക്ക് കഴിക്കും. ആരാഴ്ച പിടിച്ചുകൊണ്ടിരിച്ചിട്ട് ഭക്ഷണം തരുന്നു. ആരെങ്കിലും എത്തിക്കഴിഞ്ഞാൽ ജനങ്ങൾ എന്നെ പുല്ലുപോലെ കൊണ്ടുപോയി സൂക്ഷിച്ച് എന്നെ അവിടെ കൊണ്ടുപോയി ഭക്ഷണം തരുന്നു. എൻ്റെ പാർപ്പിടവും കഴിവുന്നുണ്ട്. അവർ
അതുവരെ എന്നെ കാത്തു രക്ഷിക്കുന്നുണ്ട്. അമ്മമ്മ എവിടെയാ താമസിക്കുന്നത്? അവിടെ താമസിക്കുന്നത് സന്യാസിമാരുടെ കൂടെ അവിടെ വെച്ചത്. അവിടെ സൗകര്യം എനിക്ക് ഭഗവാൻ ഒരുക്കിത്തരുമ്പോൾ തോന്നി ഞാൻ അവിടെ കിടക്കും. എൻ്റേതായിട്ട് ഇവിടെ ഒന്നുമില്ല. ഭഗവാൻ ഒരുക്കുന്ന സ്ഥലം എനിക്ക് ഇവിടെ ഒരുക്കിത്തരും. അവിടെ ഞാൻ കിടക്കുന്നത്. എപ്പോഴാ തിരിച്ചു പോണേ? ഇവിടുത്തെ സൗകര്യപ്പെടുമ്പോൾ പോകാമെന്ന് ഭഗവാൻ തോന്നിക്കും. എന്നാൽ അവിടുന്ന് ഞാൻ വഴിപോലെ എന്നെ അവിടെ എത്തിക്കും. അത് ഈശോ നിശ്ചയം. അമ്മമ്മയുടെ വീട്ടിലാരൊക്കെയല്ലേ? കുട്ടികൾ, മക്കളും കുടുംബക്കാരെല്ലാം എനിക്കുണ്ട്. എല്ലാം ഉണ്ടായാൽ എൻ്റെ മനസ്സിൽ ഇറങ്ങണമെന്ന് തോന്നിച്ച് വന്നു. ഞാൻ ഇറങ്ങി കാണുന്നതിൻ്റെ ബോധം എനിക്കുണ്ടായി. ഞാൻ ഇറങ്ങി. എനിക്ക് ആരുണ്ട് എൻ്റെ ധാരണയല്ല. എല്ലാം ഈശ്വരൻ നിശ്ചയിച്ചു. ആ ധൈര്യം ഭഗവാൻ തന്നു. മക്കളാരും കൂടെ വരാനൊന്നും പറഞ്ഞിട്ടില്ലേ? മക്കൾ കൂടെ വരണമെങ്കിൽ അവർക്ക് ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് എൻ്റെ കൂടെ അവർക്ക് വരാൻ പറ്റില്ല. ഞാൻ എൻ്റേതായിട്ട് ഇറങ്ങും. അവർക്ക് എന്നെക്കൊണ്ട് വിഷമുണ്ടാവരുത് എന്നൊരു ചിന്താഗതിയോടുകൂടെ ഞാൻ ഇറങ്ങും. ദർശനയുടെ എല്ലാ സ്ഥലത്തും ഭഗവാൻ നിശ്ചയിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. അതുകൊണ്ട് ഞാൻ എത്തുന്നത് തിരിച്ച് അവരെടുത്തതിൻ്റെ ഭഗവാൻ നിശ്ചയിക്കുന്നുണ്ട്. എൻ്റെ കഴിവല്ല, എല്ലാം ഈശ്വര നിശ്ചയം. അമ്മമ്മ ഇതുപോലെ ഒറ്റയ്ക്ക് എവിടെയൊക്കെ പോയിട്ടില്ലേ? വീട്ടിൽ നിന്ന് ഇറങ്ങി മൂകാംബിക ആദ്യം പോയി. പിന്നെ എനിക്കുണ്ടാക്കിയ ധൈര്യം കിട്ടി. ഞാൻ വന്നു തിരുപ്പതിയും ആടിയിരിക്കുന്ന പോകണം തോന്നി. അങ്ങനെ ഇറങ്ങി വണ്ടിയും സാധനം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പോയി. ആരും എൻ്റെ കൂടെ ഉണ്ടായിട്ടൊന്നുമില്ല. എനിക്ക് ഭഗവാൻ ചോദിച്ച വഴിക്ക് ഞാൻ നീങ്ങി. പറഞ്ഞു ഏതെങ്കിലും ഒരു സൂക്തം പറഞ്ഞു. ഓം ശ്രീരാം രാം ഓം ശ്രീരാം രാം ഓം ശ്രീരാം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. യശ്ചിദ്ധിർവൃത്രാദ്യ പാരിഷദ്യാപരശുതം വിഘ്നം നിഘ്നന്തികരണം വിശ്വക്സേനന്തമാസീ. വ്യാസം ദക്ഷിണത്വാരം ശക്തിർഭക്തന്മഷം പരാശരാത്മകം വന്ദേ സുഖദാദം തപോനിധിം. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണുവേ നമോ മേ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമഃ. അധികാരായ ശുദ്ധായ നിത്യായ പരമാത്മനെ തദൈകരൂപരൂപായ വിഷ്ണുവേ വിഷ്ണുവേ. യസ്യ സ്മരണമാത്രേണ ജന്മസംസാരവന്ദനാത് വിച്ഛുതേ നമസ്തസ്മൈ വിഷ്ണുവേ പ്രഭവിഷ്ണുവേ. നമ സമസ്തഭൂതാന ആദിഭൂതായ ഭൂപതേ അനേകരൂപരൂപായ വിഷ്ണുവേ പ്രഭവിഷ്ണുവേ. ശ്രീവൈശമ്പാനുവാച ശ്രുത്വാ ധർമാനശേഷേണ പാവനാന്റെ സർവശക ദൃഷ്ടിരവശാന്തരോ വരേവാദഭാഷക. ശ്രീദൃഷ്ടിരവാച വിമേകം ദൈവതം യോഗി ബിംബാവേഗം പരായണം സുഗന്ധവും കുമർച്ചന്തക രാത്രിമാനഭാഷകം. ഓ ധർമ്മ സർവധർമാണ ഭഗവതാ പരമമതക ജന്മത്യ ജന്തു ജന്മസംസാരവന്ദന. ശ്രീവിഷ്ണുവാച ദർപ്പവും ദേവദേവ അനന്തം പുരുഷോത്തമം നാമ സ്പർശേണ പുരുഷാ സദോചിത. ത്വമേവ ചാർച്ചന്യച്ഛൻ ഭക്ത്യാ പുരുഷോമേയം ധ്യായം ചോന്നവശ്യം ച യജമാനസ്ത്വമേവ ച. അനാദിനിധനം വിഷ്ണും സർവലോകമഹേശ്വരം ലോകാധ്യക്ഷം സുന്നച്ഛം സർവദുഃഖാദികോ ഭവേത്. ബ്രഹ്മണ്യം സർവധർമ്മജ്ഞം ലോകാനാം കീർത്തിവർദ്ധനം ലോകനാഥം മഹദ്ഭൂതം സർവഭൂതഭോദ്ഭവം. യേശമേ സർവധർമാണ ധർമ്മോ യുമോ മറുക ഭക്ത്യാ പുണ്ഡരീകാക്ഷം നരസ്വതാ. പരമം യോ മഹത്തേജ പരമം യോ മഹത്വ പരമം യോ മഹദ്ബ്രഹ്മ പരമം അപരായണം. പവിത്രാണാം പവിത്രം യോ മംഗളാനാം ച മംഗളം ദൈവതം ദേവതാനാം ച ഭൂതാനാം യോ വിദർപ്പിത. ഇത് സർവാണി ഭൂതാനി ഭവന്ത്യാദിയുഗാഗമേ കൃഷ്ണശ്ച പ്രളയം യാന്തി
പുനരേക യുവക്ഷേ തസ്യ ലോകപ്രധാനസ്യ ജഗന്നാഥസ്യ ഭൂപതേ വിഷ്ണോർനാമ സഹസ്രം നേ ശൃണു ഭാവഭയാപകം യാനി നാമാനി കരുണാനി വിജ്ഞാനാനി മഹാത്മനക ഋഷിഭേ പരിഗീതാനി താനി വക്ഷ്യാമി ഭൂതയേ ഋഷീനാം സഹസ്രസ്യ വേദവ്യാസോ മഹാമുനിः ഛന്ദോ അനുഷ്ഠിതദേവോ ഭഗവാൻ ദേവകീസുത അമൃതാം ശുദ്ധഗോപീരം ശക്തിർദേവകീ നന്ദന യശാമ ഹൃദയം ദൃശ്യ ശാന്ത്യർത്ഥേ വിനിയുജ്യതേ വിഷ്ണും വിഷ്ണും മഹാവിഷ്ണും പ്രഭവിഷ്ണും മഹേശ്വരം അനേകരൂപദൈച്ഛാന്തം നമാമി പുരുഷോത്തമം കേശവ പാദവേ പാദു രംഗേ നാരായണോ മമ മാധവോ മേഘടിം പാദു ഗോവിന്ദോ മുഖ്യമേവ ച നാഭിം വിഷ്ണുസ്തുമേ പാദു ജഠരം മധുസൂദനഃ ഉദരം യക്തമം പാദു ഹൃദയം പാദുവാമനഃ ശിഖര പാദമേകണ്ഠം ശ്രീകേശവോ മുഖം മമ പത്നാഭഷ്ട നയനെ ശിരോ ദാമോദരോ മമ ഏവമേതാനി നാമാനി വ്യപകാരേ വിശേഷത ഭിന്നശേതാത്മരക്ഷാർത്ഥം സർവമംഗളസിദ്ധയേ ഓം സർവമംഗളസിദ്ധയേ ഓം അസ്യ ശ്രീ വിഷ്ണോർ ദിവ്യസഹസ്രാം സ്തോത്ര മഹാമന്ത്രസ്യ ശ്രീ വേദവ്യാസോ ഭഗവാൻ ഋഷി അനുഷ്ഠുചണ്ഡക യോഗ വിഷ്ണു പരമാത്മാ ശ്രീമന്നാരായണോ ദേവത അമൃതാം ശുദ്ധവോ ബീജം ദേവകീ നന്ദന നിശ്ചയ ശക്തി ഉത്ഭവക്ഷോഭണോ ദേവ ഇത് പരമോ മന്ത്രക ശങ്കവൻ നന്ദകി ശക്തി കീടകം കർമ്മന്ന യഥാത്ര ഇച്ഛിഷ്ടം യഥാംഗപാണിരക്ഷോഭ്യ ഇത് നേത്രം വിശാമ കാമക കാമേരി കവചം ആനന്ദം ഹരബന്മേരി യോനിഹി സ്പർശനക കാല ശ്രീ ഉദ്ബന്ധക ശ്രീ വിശ്വരൂപ ഇത് ധ്യാനം. കണ്ണൂരിലേക്ക് വരുവാൻ വേണ്ടി കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഈ അമ്മയെ വീണ്ടും കാണുവാനിടയായി. അമ്മ തൻ്റെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു.